ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, ഫ്രൈഡേത്തെ. ചെറുപ്പം മുതൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല കേട്ടോ. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ അമ്മ രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ആ പറഞ്ഞതിൽ എനിക്ക് നാണക്കേടുമില്ല. പക്ഷേ ഇന്നലെ അമ്മ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. മാത്രമല്ല മോനും സ്കൂളും ഉണ്ട്. അപ്പോൾ ഒക്കെ നേരത്തെ ഉണ്ടാക്കണം. സാധാരണ നീക്കണേക്കാൾ കുറച്ച് നേരത്തെ നീക്കുകയും വേണം. അപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു കിടക്കണതിൻ്റെ മുന്നേ. അലാറം 2-3 പ്രാവശ്യം നോക്കി, നേരത്തെ വെച്ചിട്ടില്ലേ, സമയം കറക്റ്റ് അല്ലേ എന്നൊക്കെ. ടെൻഷനായിരുന്നു നീക്കിയില്ലേ എന്നുള്ളത്. ചിലപ്പോൾ അലാറം ഓഫ് ചെയ്തെങ്ങാനും കിടന്നുറങ്ങിയാലോ, അതിനും സാധ്യതയുണ്ട്. അതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എണീറ്റ് നോക്കി സമയമായോ എന്ന്. പിന്നെ സ്വന്തം സമാധാനിച്ചു. ഇനി അഥവാ അലാറം ഓഫ് ചെയ്ത് ഞാൻ ഉറങ്ങിയാലും എൻ്റെ കയ്യിൽ ജീരകശാല അരിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. വേഗം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് കൊണ്ടുപോകാം. ബാക്കി പിന്നെ നോക്കിയാൽ മതിയല്ലോ. എന്നാലും ഞാൻ വിചാരിച്ചതിനൊക്കെ നേരത്തെ നീറ്റു കേട്ടോ. മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും നേരത്തെ നീറ്റു. വലിയ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറുണ്ടാക്കിയിട്ടുണ്ട്, കൂട്ടാണ്ടാക്കിയിട്ടുണ്ട്, ക്യാബേജും ക്യാരറ്റും കൂടിയിട്ട് തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉപ്മാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയച്ച് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ഇത് പഴം പുഴുങ്ങിയതല്ല, ചുട്ട പഴമാണ് കേട്ടോ, പപ്പടം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തോന്നി ഇവൻ ഈ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുവന്നു. ഇതൊന്നുമല്ല കൊണ്ടുപോയത് കേട്ടോ, സോയാബീൻ ഫ്രൈയും തൈരുമാണ് കൊണ്ടുപോയത്. പിന്നെ ഉച്ചയ്ക്ക് അത്യാവശ്യം മഴച്ചാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു ഓംലെറ്റും കൂടി ആയപ്പോൾ സംഭവം കുശാലായിരുന്നു കേട്ടോ ഇന്നലെ.